Welcome back. So today we have a new chapter, Laws of Motion. ചലന നിയമങ്ങൾ. നമ്മുടെ ചെറിയ ക്ലാസ്സുകളിൽ തന്നെ ലോസ് ഓഫ് മോഷൻ അഥവാ ന്യൂട്ടന്റെ ചലന നിയമങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഒന്നും കൂടെ സമഗ്രമായിട്ടുള്ളൊരു പഠനമാണ്. സോ ദർ ആർ സം ടെക്നിക്കൽ ടേംസ് ഇൻവോൾവ് ഇൻ ദിസ് ചാപ്റ്റർ. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ടെക്നിക്കൽ ടേമാണ് പോയിന്റ് ഒബ്ജക്റ്റ്. എന്താണ് ഈ പോയിന്റ് ഒബ്ജക്റ്റ്? An object can be considered as a point object if it covers a distance much greater than its own size. അപ്പോൾ ഒരു വസ്തുവിൻ്റെ സൈസിനേക്കാളും എത്രയോ മടങ്ങ് ദൂരം അത് സഞ്ചരിക്കുകയാണെങ്കിൽ ആ വസ്തുവിനെ പറയുന്ന പേരാണ് പോയിന്റ് ഒബ്ജക്റ്റ്. അല്ലെങ്കിൽ വസ്തുവിൻ്റെ സൈസ് എന്ന് പറയുന്നത്, അതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ആ വസ്തു സഞ്ചരിച്ച ദൂരത്തേക്കാളും വളരെ കുറവാണെങ്കിൽ അത്തരത്തിലുള്ള വസ്തുക്കളാണ് പോയിന്റ് ഒബ്ജക്റ്റ്. ഇനി ഒബ്ജക്റ്റ് വിത്ത് സീറോ ഡയമെൻഷൻ ഈസ് കൺസിഡർഡ് ആസ് പോയിന്റ് മാസ്. അപ്പോൾ പോയിന്റ് ഒബ്ജക്റ്റ് അടുത്ത വാക്കാണ് പോയിന്റ് മാസ്. ഒബ്ജക്റ്റ് വിത്ത് സീറോ ഡയമെൻഷൻ ഈസ് കൺസിഡർഡ് ആസ് എ പോയിന്റ് മാസ്. അപ്പോൾ ഒബ്ജക്റ്റ് വിത്ത് സീറോ ഡയമെൻഷൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്താണ്? അത്രയും ചെറുതാകും, അല്ലെങ്കിൽ നമുക്ക് ഒരു വസ്തുവിൻ്റെ സൈസ് അത്രത്തോളം എന്താ പറയുക, ഇഫ് ഇറ്റ് ഇസ് നിയർലി ഈക്വൽ ടു സീറോ, ആ ഒരു സമയത്താണ് ഒരു വസ്തുവിനെ പോയിന്റ് മാസ് എന്ന് പറയുന്നത്, അല്ലേ? കാര്യം ഒരു വസ്തുവിൻ്റെ ഡയമെൻഷൻ ഇല്ലാതാവുക എന്ന് പറയുന്ന സാധ്യമല്ലല്ലോ. അപ്പോൾ സീറോ ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ സീറോയ്ക്ക് അടുത്ത് നിൽക്കുന്ന അത്രയും തുലവും ചെറുതായ വസ്തുക്കളെയാണ് എന്ത് പോയിന്റ് മാസ് എന്ന് പറയുന്നത്. ആൻഡ് പോയിന്റ് മാസ് ഈസ് എ മാത്തമെറ്റിക്കൽ കൺസെപ്റ്റ് ടു സിംപ്ലിഫൈ ദി പ്രോബ്ലംസ്. അപ്പോൾ യഥാർത്ഥത്തിൽ പോയിന്റ് മാസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ല. കാര്യം എന്താണ്? ഒരു വസ്തു ഉണ്ടെങ്കിൽ, ഒരു മാറ്റർ ഉണ്ടെങ്കിൽ, ഒരു ദ്രവ്യം ഉണ്ടെങ്കിൽ അതിനെന്തായിരിക്കും? അതിന് ഡയമെൻഷൻ ഉണ്ടായിരിക്കും, അതിന് വലിപ്പം ഉണ്ടായിരിക്കും. അപ്പോൾ വലിപ്പം ഇല്ലാത്തൊരു വസ്തു എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സംഭവിക്കാത്ത കാര്യമാണ്. പക്ഷേ നമ്മൾ ചില സമയങ്ങളിൽ നമ്മുടെ ചില പ്രോബ്ലങ്ങൾക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ പ്രോബ്ലങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കോൺസെപ്റ്റാണ് പോയിന്റ് മാസ്. ഒബ്ജക്റ്റ് വിത്ത് സീറോ ഡയമെൻഷൻ ക്യാൻ ബി കൺസിഡർഡ് ആസ് എ പോയിന്റ് മാസ്. ഇനി ഇനേർഷ്യ അഥവാ ജഡത്വം നമുക്കറിയുന്നതാണ്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇൻഹെറന്റ് പ്രോപ്പർട്ടി ഓഫ് ഓൾ ദ ബോഡീസ് ബൈ വിർച്യൂ ഓഫ് വിച്ച് ദേ കനോട്ട് ചേഞ്ച് ദെയർ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ എലോങ് എ സ്ട്രെയിറ്റ് ലൈൻ ബൈ ദയർ ഓൺ ഈസ് കാൾഡ് ഇനേർഷ്യ. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു വസ്തുവിന് സ്വയം അതിൻ്റെ നിശ്ചലാവസ്ഥയ്ക്കോ നേർരേഖാപാതയിലൂടെയുള്ള ചലനത്തിലോ സ്വയം മാറ്റം വരുത്താൻ കഴിയില്ല. അതാണ് എന്ത് ഇനേർഷ്യ എന്ന് പറയുന്നത്, അല്ലേ? അത് ഇൻഹെറൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി, അതിന് ആന്തരികമായിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഏതൊരു വസ്തുവിനും ആന്തരികമായിട്ട് അതിൻ്റെ അവസ്ഥയിൽ തുടരാൻ ഉള്ളൊരു പ്രോപ്പർട്ടി ഉണ്ട്, ഒരു ക്വാളിറ്റി ഉണ്ട്. അതാണ് എന്ത് ഇനേർഷ്യ എന്ന് പറയുന്നത്. അപ്പോൾ സ്വയം ഒരു വസ്തുവിന് അതിൻ്റെ ആ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ കഴിയില്ല. അപ്പോൾ എല്ലായ്പ്പോഴും ഏതൊരു വസ്തു എന്ന് പ്രിഫർ ചെയ്യുന്നത്, അത് ഏതവസ്ഥയിലാണോ, ചലിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ അത് ചലനാവസ്ഥയിലും, നിശ്ചലമായ അവസ്ഥയിലാണെങ്കിൽ നിശ്ചലമായ അവസ്ഥയിലും തുടരാൻ ഒരു പ്രേരണയുണ്ട്. ഇതാണ് ഇനേർഷ്യ എന്ന് പറയുന്നത്. മറ്റു രീതി പറഞ്ഞാൽ ഒരു വസ്തുവിന് അതിൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരണമെങ്കിൽ എന്ത് ചെയ്യണം? ബാഹ്യമായൊരു ബലം പ്രയോഗിക്കപ്പെടണം. അല്ലെങ്കിൽ ബാഹ്യമായൊരു ബലം പ്രയോഗിക്കപ്പെടാത്തിടത്തോളം കാലം ഒരു വസ്തു അതിൻ്റെ നിശ്ചലാവസ്ഥയിലോ ചലനാവസ്ഥയിലോ തുടരും. ആ രീതിയിൽ നമുക്കതിനെ ഇന്റർപ്രറ്റ് ചെയ്യാവുന്നതാണ്. Inertia is not a physical quantity. It is only a property of the body which depends on mass of the body. Inertia എന്ന് പറയുന്നത് ഒരു വസ്തുവിൻ്റെ മാസിനെ ആശ്രയിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ഓക്കെ. ഇനേർഷ്യ ഹാസ് നോ യൂണിറ്റ്സ് ആൻഡ് നോ ഡയമെൻഷൻസ്. അതിന് യൂണിറ്റും ഇല്ല, ഡയമെൻഷനും ഇല്ല. ദെൻ നെക്സ്റ്റ് ടെക്നിക്കൽ ടേം ഈസ് ലീനിയർ മൊമെൻറ്റം. എന്താണ് ലീനിയർ മൊമെൻറ്റം? ലീനിയർ മൊമെൻറ്റം നമ്മൾ ഷോർട്ടായിട്ട് മൊമെൻറ്റം എന്ന് പറയാറുണ്ട്. പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് മൊമെൻറ്റം എന്നുള്ള വാക്കാണ്. ലീനിയർ എന്ന വാക്ക് പലപ്പോഴും സൈലൻ്റ് ആണ്. അപ്പോൾ ഫിസിക്സിൽ നമ്മൾ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ലീനിയർ മൊമെൻറ്റം ആണ്. ലീനിയർ മൊമെൻറ്റം ഓഫ് എ ബോഡി ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് മോഷൻ കണ്ടെയ്ൻഡ് ഇൻ ദി ബോഡി. ലീനിയർ മൊമെൻറ്റം ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് മോഷൻ കണ്ടെയ്ൻഡ് ഇൻ ദി ബോഡി. ഒരു വസ്തു ചലിക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ
ആ മോഷൻ കണ്ടെയ്ൻ ചെയ്ത അവസ്ഥയാണ് എന്ന് പറയുന്നത് ലീനിയർ മൊമെന്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് മെഷേർഡ് ആസ് ദി പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി, അല്ലെങ്കിൽ ഇറ്റ് ഈസ് മെഷേർഡ് ആസ് ദി പ്രൊഡക്റ്റ് ഓഫ് മാസ് ഓഫ് ദി ബോഡി ആൻഡ് ഇറ്റ്സ് വെലോസിറ്റി. അപ്പോൾ ഒരു വസ്തു ചലിക്കുന്ന സമയത്തുള്ള അതിൻ്റെ മോഷന്റെ അളവാണെന്ത് മൊമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ മോഷൻ എന്തിനെ ആശ്രയിക്കുന്നതിന്? മാസിനെ ആശ്രയിക്കുന്നുണ്ട് അല്ലേ. ചലിക്കുന്ന വസ്തു ചലനാവസ്ഥ തുടരുന്നു, അത് എന്തിനെ ആശ്രയിക്കുന്നു? മാസിനെ ആശ്രയിക്കുന്നു. നമ്മൾ നേരത്തെ ഇനേർഷ്യയുടെ കാര്യം പറഞ്ഞല്ലോ, ഇനേർഷ്യ ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദി മാസ്. അപ്പോൾ ഒരു വസ്തു ചലിക്കുന്ന വസ്തു ചലനാവസ്ഥയെ തുടരുക എന്നുള്ളതിൻ്റെ പ്രോപ്പർട്ടി. അപ്പോൾ ആ പ്രോപ്പർട്ടി മാസിനെ ആശ്രയിക്കുന്നുണ്ട്. അതേസമയം അത് ചലിക്കുന്ന അവസ്ഥയിലായതുകൊണ്ട് തന്നെ ചലനാവസ്ഥയെ സൂചിപ്പിക്കുന്ന എന്താണ്? എൻ്റെ വെലോസിറ്റി, വേഗതയാണ് അല്ലേ. വേഗത പൂജ്യമായ ഒരു വസ്തു ചലിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ വേഗതയെ കാണിക്കുന്ന എന്താണ്? ചലനാവസ്ഥയെ കാണിക്കുന്ന എന്താണ്? അതിൻ്റെ വേഗതയാണ്. അപ്പം മാസിനെയും വേഗതയെയും ആശ്രയിച്ചിട്ടാണ് നമ്മൾ ലീനിയർ മൊമെന്റം നമ്മൾ മെഷർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരേ സമയം മാസിനെയും ഒരേ സമയം വേഗതയെയും, അല്ലെങ്കിൽ മാസിനെയും വേഗതയും ആശ്രയിക്കുന്ന ക്വാണ്ടിറ്റിയാണ് എന്ത്? മൊമെന്റം. അതുകൊണ്ട് തന്നെ ഒരേ സമയം മാസിനെയും വെലോസിറ്റിയും ആശ്രയിക്കുന്നത് കൊണ്ട് നമുക്ക് എടുക്കാൻ കഴിയുന്ന മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ എന്താണ്? പ്രൊഡക്റ്റ് ആണ്. അതുകൊണ്ട് മാസിന്റെയും വെലോസിറ്റിയുടെയും പ്രൊഡക്റ്റ് ആണ് എന്ത്? മൊമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ എ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ബി എയും സി എയും ഒരേ സമയം ആശ്രയിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? എ ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു സി എന്ന് പറയാം. അപ്പോൾ ഇവിടെ നമുക്ക് മൊമെന്റം എന്ന് പറയുന്ന ആ ഫിസിക്കൽ ക്വാണ്ടിറ്റി അതിൻ്റെ മാസിനെയും അതുപോലെ വെലോസിറ്റിയും ഒരേ സമയം ആശ്രയിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ മാസിൻ്റെയും വെലോസിറ്റിയുടെയും പ്രൊഡക്റ്റ് എടുക്കുകയാണ്. അങ്ങനെയാണ് മൊമെന്റം ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ശ്രദ്ധിക്കുക, മൊമെന്റം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ലീനിയർ മൊമെന്റ് ആണ്. പല സമയത്തും പല ബുക്കുകളിലും മൊമെന്റ് എന്ന് മാത്രമേ പറയുള്ളൂ. സോ അവർ റെഫറൻസ് ഈസ് ലീനിയർ മൊമെന്റം. Then it is a vector quantity. Momentum is a vector quantity. So P is the symbol of momentum. So vector P is equal to mass into velocity or mass into vector V. ഇവിടെ എന്തുകൊണ്ടാണ് മൊമെന്റം ഒരു വെക്ടർ ആകുന്നത്? മൊമെന്റം സമം മാസ് ഇൻറ്റു വെലോസിറ്റിയാണ്. നമുക്കറിയാം മാസ് ഒരു സ്കേലർ ക്വാണ്ടിറ്റിയാണ്, പക്ഷേ വെലോസിറ്റി എന്താണ്? ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. അപ്പം മാസ് ഇൻറ്റു വെലോസിറ്റിയിൽ വെലോസിറ്റി ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും മൊമെന്റം പി എന്ന് പറയുന്ന ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. സോ വെക്ടർ പി ഈസ് ഈക്വൽ ടു എം ഇൻറ്റു വെക്ടർ വി. ഓക്കെ. ആൻഡ് വാട്ട് ഇസ് എ യൂണിറ്റ്? യൂണിറ്റ് ഈസ് മാസിൻ്റെ എന്താണ്? കിലോഗ്രാം. വെലോസിറ്റിയുടെ എന്താണ്? മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ എസ് ഐ യൂണിറ്റിൽ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ് മൊമെന്റത്തിൻ്റെ യൂണിറ്റ്. ഡയമെൻഷൻ എന്താണ്? നമുക്ക് ചെയ്ത് നോക്കിയാൽ കിട്ടും. മാസിൻ്റെ വെലോസിറ്റിയാണ്. മാസിൻ്റെ എം ആണ്. വെലോസിറ്റി എന്താണ്? എൽ ടി റേസ് ടു മൈനസ് 1. നമ്മൾ നേരത്തെ ചെയ്ത് കഴിഞ്ഞാണ്, പഠിച്ചു കഴിഞ്ഞാണ്. അപ്പോൾ കമ്പൈൻ ചെയ്യുമ്പോൾ എം എൽ ടി റേസ് ടു മൈനസ് 1 എന്താണ് ഡയമെൻഷൻ കിട്ടുന്നത്. Then if two objects of different masses have same momentum, the lighter body possesses greater velocity. അപ്പോൾ രണ്ട് വ്യത്യസ്ത മാസുകളുള്ള വസ്തുക്കൾക്ക് ഒരേ മൊമെന്റമാണ്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ലൈറ്റർ ആയിട്ടുള്ള ബോഡിക്ക് വെലോസിറ്റി കൂടുതലായിരിക്കും. ഇറ്റ്സ് എ സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എങ്ങനെ നമുക്ക് പ്രൂവ് ചെയ്യാൻ നോക്കാം. So we are considering two bodies. One is having a mass m1 with a velocity v1. Then another body is m2 which is moving with a velocity v2. Okay. അപ്പോൾ p is equal to m1 v1 into m2 v2. കാര്യം രണ്ടിൻ്റെയും മൊമെന്റം എന്താണ്? സെയിം ആണ്. സോ p is equal to m1 v1, p is equal to m2 v2 അല്ലേ. ഫസ്റ്റ് ബോഡിയുടെ മൊമെന്റ് എന്താണ്? m1 v1. സെക്കൻഡ് ബോഡി m2 v2. രണ്ടും സെയിം ആയതുകൊണ്ട് m1 v1 is equal to m2 v2. And it should be a constant. റൈറ്റ്. രണ്ടിൻ്റെയും പ്രോഡക്റ്റ് എന്തായിരിക്കും? ഇറ്റ് വിൽ ബി എ കോൺസ്റ്റന്റ്. m1 v1 കണ്ടാലും m2 v2 കണ്ടാലും നമുക്ക് കിട്ടുന്ന ഒരേ സംഖ്യ ആയിരിക്കും. സോ m1 v1 is equal to m2 v2. Therefore m1 by m2 is equal to v2 by v1. m1 by m2 is equal to v2 by v1 നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വഴി കിട്ടുന്നതാണ്. സോ ഫോർ ദി ഫസ്റ്റ് ബോഡിയുടെ എന്താണ്? m1
m is proportional to 1 by v or m is inversely proportional to v എന്ന് പറയാം. കാരണം എന്താണ്, m1 by m2 is equal to v2 by v1. അപ്പോൾ ഫസ്റ്റ് ബോഡിയുടെ മാസ് എന്താണ്, m1 ആണ്, അതിൻ്റെ വെലോസിറ്റി എന്താണ്, v1 ആണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും m ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു v എന്ന് കാണാൻ പറ്റും. സോ രണ്ട് ബോഡിയെ സംബന്ധിച്ച് എന്താ കാണാൻ പറ്റുന്നത്, m1 പ്രൊപ്പോർഷണൽ ടു 1 by v1 എന്ന് പറയാം, അതുപോലെ m2 പ്രൊപ്പോർഷണൽ ടു 1 by v2 എന്നും പറയാം. അഥവാ m പ്രൊപ്പോർഷണൽ ടു 1 by v ഓർ m ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു v. അഥവാ മാസും വെലോസിറ്റിയും തമ്മിലുള്ള അനുപാതം വിപരീത അനുപാതമാണ്. മാസ് കൂടുമ്പോൾ വെലോസിറ്റി കുറയും, അല്ലെങ്കിൽ വെലോസിറ്റി കൂടുമ്പോൾ മാസ് കുറയും. ദാറ്റ് ഈസ് ഹയർ ദ മാസ് ലോവർ ദ വെലോസിറ്റി, ഹയർ ദ മാസ് ലോവർ ദ വെലോസിറ്റി. അപ്പോൾ മാസ് കൂടിയ വസ്തുവിന് വെലോസിറ്റി കുറവായിരിക്കും, റൈറ്റ്? ഓർ വി മേ ആൾസോ റൈറ്റ് ലോവർ ദ മാസ് ഹയർ ദ വെലോസിറ്റി. മാസ് കുറയുകയാണെങ്കിൽ ആ വസ്തുവിൻ്റെ വെലോസിറ്റി കൂടുതലാവും. അതാണ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ്, ദ ലൈറ്റർ ബോഡി പൊസസ് ഗ്രേറ്റർ വെലോസിറ്റി. സോ ഈ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഈ രീതിയിൽ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. Then there is a graph showing the relation between mass and velocity provided momentum is a constant. അപ്പോൾ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആകുന്ന സമയത്ത് മാസും അതുപോലെ വെലോസിറ്റി തമ്മിൽ റിലേഷൻ കാണിക്കുന്ന ഒരു ഗ്രാഫാണിത്. കാണാൻ കഴിയും എന്താണ്, മാസ് ഏറ്റവും കുറഞ്ഞ സമയത്താണ് എന്ത്, വെലോസിറ്റി ഏറ്റവും മാക്സിമം. മാസ് കൂടുന്തോറും മാസ് മുന്നോട്ട് പോകുന്തോറും മാസ് കൂടുന്നു. അപ്പോൾ മാസ് കൂടുന്തോറും ആനുപാതികമായിട്ട് വെലോസിറ്റി കുറഞ്ഞു വരുന്നു. അപ്പോൾ നേരത്തെ സ്റ്റേറ്റ്മെൻറ്റിനുമായി ബന്ധപ്പെട്ട ഒരു ഗ്രാഫാണിത്. ഒരു കോൺസ്റ്റന്റ് മൊമെൻറ്റത്തിൽ മാസ് കൂടുമ്പോൾ വെലോസിറ്റി കുറയും. ദെൻ ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ, ന്യൂട്ടൻ്റെ ഒന്നാം ചലന നിയമം. എ ബോഡി കണ്ടിന്യൂ ടു ബി ഇൻ ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഓഫ് യൂണിഫോം മോഷൻ അലോങ് എ സ്ട്രേറ്റ് ലൈൻ അൺലെസ് ഇറ്റ് ഈസ് ആക്ട് അപ്പോൺ ബൈ സം എക്സ്റ്റേണൽ ഫോഴ്സ് ടു ചേഞ്ച് ദ സ്റ്റേറ്റ്. നേരത്തെ പറഞ്ഞ പോലെ ഒരു വസ്തുവിനെ നേർരേഖ പാതയിലുള്ള ചലനത്തിലോ അല്ലെങ്കിൽ നിശ്ചലാവസ്ഥയിലോ തുടരും ഏതുവരെ, ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അതിൻ്റെ സ്റ്റേറ്റ് മാറ്റുന്നത് വരെ. നമ്മൾ നേരത്തെ പഠിച്ചത് തന്നെയാണ്. അതിന് മീനിങ് എന്താണ്, ഇഫ് നോ നെറ്റ് ഫോഴ്സ് ആക്ട്സ് ഓൺ എ ബോഡി ദെൻ ദ വെലോസിറ്റി ഓഫ് ദ ബോഡി കനോട്ട് ചേഞ്ച്, ദാറ്റ് ഈസ് ദ ബോഡി കനോട്ട് ആക്സിലറേറ്റ് ഓർ സ്റ്റാർട്ട് മോഷൻ. ഇപ്പം ബാഹ്യമായൊരു ബലം പ്രയോഗിക്കുന്നില്ലെങ്കിൽ ഒരു വസ്തുവിന് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനെ നിശ്ചലാവസ്ഥയിൽ നിന്ന് മാറാൻ പറ്റില്ല, അഥവാ ഇറ്റ് കനോട്ട് സ്റ്റാർട്ട് മോഷൻ. അതുപോലെ ഒരു വസ്തുവിന് അതിൻ്റെ വേഗത കൂട്ടാനോ കുറയ്ക്കാനോ ഒന്നും കഴിയില്ല. സോ ദ ബോഡി കനോട്ട് ആക്സിലറേറ്റ് ഓർ ഡീസലറേറ്റ്, അങ്ങനെയും പറയാം. വേഗത കൂട്ടാനും കഴിയില്ല, വേഗത കുറയ്ക്കാനും കഴിയില്ല. അപ്പോൾ ഒരു ഫോഴ്സിൻ്റെ സാന്നിധ്യത്തിൽ മാത്രമേ വെലോസിറ്റി മാറുകയുള്ളൂ, അതുപോലെ നിശ്ചലാവസ്ഥയിലുള്ള വസ്തു ചലിക്കുകയുള്ളൂ. ഇതാണ് ന്യൂട്ടൻ്റെ ഒന്നാം ചലന നിയമത്തിൻ്റെ അർത്ഥം. ദിസ് ക്ലാസിഫൈസ് ഇനേർഷ്യ ഇൻ ടു 3 ടൈപ്സ്: ഇനേർഷ്യ ഓഫ് റെസ്റ്റ്, ഇനേർഷ്യ ഓഫ് മോഷൻ ആൻഡ് ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ. അപ്പോൾ ഈ ഒന്നാം ചലന നിയമത്തിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് എന്താണ്, ഇത് ഇനേർഷ്യ 3 വ്യത്യസ്ത വിഭാഗങ്ങളാക്കി തിരിക്കുന്നുണ്ട്. എന്തെല്ലാമാണ്, ഇനേർഷ്യ ഓഫ് റെസ്റ്റ്, ഇനേർഷ്യ ഓഫ് മോഷൻ, ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ. അപ്പോൾ എന്താണ് ഇനേർഷ്യ ഓഫ് റെസ്റ്റ്? ഇറ്റ് ഈസ് ദ ഇനബിലിറ്റി ഓഫ് എ ബോഡി ടു ചേഞ്ച് ബൈ ഇറ്റ്സെൽഫ് ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്. സ്വയം ഒരു വസ്തുവിന് അതിൻ്റെ നിശ്ചലാവസ്ഥയെ മാറ്റാൻ കഴിയില്ല. ദിസ് മീൻസ് എ ബോഡി അറ്റ് റെസ്റ്റ് റിമെയിൻ അറ്റ് റെസ്റ്റ് ആൻഡ് കനോട്ട് സ്റ്റാർട്ട് മൂവിങ് ബൈ ഇറ്റ്സ് ഓൺ. ഒരു വസ്തുവിന് സ്വയം ചലിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മീനിങ്. ഓക്കെ, ബോഡി ദിസ് മീൻസ് എ ബോഡി അറ്റ് റെസ്റ്റ് റിമെയിൻസ് അറ്റ് റെസ്റ്റ്. നിശ്ചലാവസ്ഥയിലുള്ള വസ്തു നിശ്ചലാവസ്ഥയിൽ തുടരും. കനോട്ട് സ്റ്റാർട്ട് മൂവിങ് ബൈ ഇറ്റ്സ് ഓൺ, സ്വയം അതിന് ചലനം സാധ്യവുമല്ല. ഇതാണ് ഒന്നാമത്തെ ചലന നിയമം. എക്സാമ്പിൾ, എ പേഴ്സൺ ഹൂ ഈസ് സ്റ്റാൻഡിങ് ഫ്രീലി ഇൻ ബസ് ത്രോൺ ബാക്ക് വെൻ ബസ് സ്റ്റാർട്ട് സഡൻലി. ഒരു വ്യക്തി ബസ്സിൽ എവിടെയും പിടിക്കാൻ നിൽക്കുകയാണ്, പെട്ടെന്ന് ബസ് മുന്നോട്ട് പോവാണ്. വെൻ ദ ബസ് സ്റ്റാർട്ട് സഡൻലി ഹീസ് ത്രോൺ ബാക്ക്വേർഡ്, അയാൾ ബാക്കിലേക്ക് മറിഞ്ഞു വീഴും, അല്ലേ? അപ്പോൾ നിശ്ചലാവസ്ഥയിലുള്ള ഒരു ബസ്സിൽ ഒരാൾ എവിടെയും പിടിക്കാതെ നിശ്ചലമായിട്ട് നിൽക്കുകയാണ്. ബസ് മുന്നോട്ട് പെട്ടെന്ന് നീങ്ങി, അയാൾ എന്ത് ചെയ്തു, അയാൾ താഴേക്ക് മറിഞ്ഞു വീണു, ബാക്കിലേക്ക് മറിഞ്ഞു വീണു. എന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്നത്? when a bus suddenly starts, the lower half of the body moves forward while the upper half still at rest.
അപ്പോൾ ഇദ്ദേഹം നിശ്ചലാവസ്ഥ നിൽക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ ബോഡി മുഴുവൻ എന്താണ്, ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്, അല്ലെങ്കിൽ ഇനേർഷ്യ ഓഫ് റെസ്റ്റിനെ കൊണ്ട് അദ്ദേഹത്തിന്റെ ബോഡി മുഴുവൻ നിശ്ചലാവസ്ഥയിലാണ്. ഇദ്ദേഹത്തിന്റെ കാല് ബസ്സിന്റെ പ്ലാറ്റ്ഫോമിലായതുകൊണ്ട് ബസ് നീങ്ങുന്ന സമയത്ത് ഈ കാലിന്റെ പാദവും ബസ്സിനോടൊപ്പം നീങ്ങി, പക്ഷേ അപ്പോഴും ബാക്കിയുള്ള ബോഡി മുഴുവൻ അപ്പോഴും തന്നെ റെസ്റ്റിലാണ്. ഓക്കെ, അപ്പോൾ ഇദ്ദേഹം ബസ്സിൽ നിൽക്കുന്ന സമയത്ത് ഹോൾ ബോഡി ഈസ് അറ്റ് റെസ്റ്റ്. ബസ് പെട്ടെന്ന് നീങ്ങുന്ന സമയത്ത് കാൽപാദം ബസ്സിന്റെ പ്ലാറ്റ്ഫോമിലായതുകൊണ്ട് കാൽപാദമാണ് ആദ്യം ചലിച്ചു തുടങ്ങുന്നത്. അപ്പോൾ കാൽപാദം മുന്നോട്ട് ചലിക്കുന്ന സമയത്തും അദ്ദേഹത്തിന്റെ ബാക്കിയുള്ള ബോഡി, പ്രത്യേകിച്ചും അപ്പർ ഹാഫ് എന്ന് പറയുന്നത് അപ്പോഴും നിശ്ചലാവസ്ഥയിലാണ്. അപ്പം ബോഡിയുടെ അപ്പർ ഹാഫ് നിശ്ചലാവസ്ഥയിലും ലോവർ ഹാഫ് മുന്നോട്ട് നീങ്ങുകയും ചെയ്യുന്നു. അതിന്റെ ഫലം എന്താണ്, ഈ അപ്പർ ഹാഫ് അവിടെ നിൽക്കുകയും ലോവർ ഹാഫ് മുന്നോട്ട് പോവുകയും ചെയ്യുന്നതിന്റെ റിസൾട്ടാണ് ഇദ്ദേഹം ബാക്കിലേക്ക് മലർന്നടിച്ച് വീഴുന്നത്. ഓക്കെ, അതാണ് എക്സാമ്പിൾ. അടുത്തത് ഇനേർഷ്യ ഓഫ് മോഷൻ. ഇറ്റ് ഈസ് ദ ഇന്നബിലിറ്റി ഓഫ് എ ബോഡി ടു ചേഞ്ച് ഇറ്റ് സെൽഫ് ഇറ്റ് സ്റ്റേറ്റ് ഓഫ് യൂണിഫോം മോഷൻ. ദാറ്റ് ഈസ് എ ബോഡി ഇൻ യൂണിഫോം മോഷൻ ക്യാൻ neither accelerate nor retard by its own. It is the inability of a body to change itself its state of uniform motion. ഒരു വസ്തുവിന് സ്വയം അതിൻ്റെ യൂണിഫോം മോഷനെ മാറ്റാൻ കഴിയില്ല. അതായത് വാട്ട് ഈസ് യൂണിഫോം മോഷൻ? ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റി മോഷനാണ് യൂണിഫോം മോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വസ്തുവിന് സ്വയം അതിൻ്റെ കോൺസ്റ്റന്റ് വെലോസിറ്റി മോഷനെ മാറ്റാൻ പറ്റില്ല, അല്ലെങ്കിൽ അതിൻ്റെ ചലിച്ചുകൊണ്ടിരിക്കുന്ന കോൺസ്റ്റന്റ് വെലോസിറ്റിയെ മാറ്റാൻ പറ്റില്ല എന്നാണ് ഇനർഷ്യ ഓഫ് മോഷൻ പറയുന്നത്. അഥവാ ഒരു വസ്തുവിന്റെ വേഗത വെലോസിറ്റി കൂട്ടണമെങ്കിലോ കുറയ്ക്കണമെങ്കിലോ ഒരു ബാഹ്യബലം ആവശ്യമാണ്. സ്വയം അതിന്റെ വേഗത കൂട്ടാനോ കുറയ്ക്കാനോ കഴിയില്ല എന്നുള്ളതാണ് ഇനർഷ്യ ഓഫ് മോഷൻ. എക്സാമ്പിൾ, വെൻ എ ബസ് ഓർ ട്രെയിൻ സ്റ്റോപ്പ് സഡൻലി എ പാസഞ്ചർ സിറ്റിംഗ് ഇൻസൈഡ് ടെൻസ് ടു ഫാൾ ഫോർവേഡ്സ്. അപ്പോൾ നമ്മൾ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്ന സമയത്ത് നമുക്കറിയാം, വാഹനം പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പെട്ടെന്ന് വണ്ടി നിർത്തുകയാണെങ്കിൽ നമ്മൾ ഇരിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ തല അങ്ങോട്ട് മുന്നോട്ട് പോകും അല്ലേ, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയുടെ അപ്പർ ഹാഫ് അപ്പോഴും മുന്നോട്ട് പോകും. കാരണം എന്താണ്, വണ്ടി ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് വാഹനത്തിൽ ഇരിക്കുകയായതുകൊണ്ട് നമ്മുടെ ബോഡി ലോവർ ഹാഫ് വാഹനത്തിൽ അതേ വേഗതയിൽ പോയിട്ട് സ്റ്റോപ്പ് ചെയ്യും. പക്ഷെ അപ്പോഴും അപ്പർ ഹാഫ് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പർ ഹാഫ് ചലിച്ചുകൊണ്ടിരിക്കുന്നു, ലോവർ ഹാഫ് ബസ്സിന്റെ വേഗതയ്ക്കൊപ്പം നിൽക്കുകയും ചെയ്യുന്നു. അപ്പം അപ്പർ ഹാഫ് അപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുക ആയതുകൊണ്ട് നമ്മുടെ ബോഡിയുടെ അപ്പർ ഹാഫ് എന്ത് ചെയ്യും, മുന്നോട്ട് വീഴാൻ പോകും. ഇത് കുറച്ചും കൂടെ വ്യക്തമായിട്ട് അറിയാൻ പറ്റുന്നത് നമ്മൾ ബസ്സിൽ നിൽക്കുകയാണെങ്കിലാണ്. ബസ്സിൽ നമ്മൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ബസ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡിയുടെ അപ്പർ ഹാഫാണ് മുന്നോട്ട് വീഴാൻ പോകുന്നത്. കാര്യം എന്തുകൊണ്ടാ, നമ്മുടെ ബോഡി അപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. വാഹനം ബ്രേക്ക് ചെയ്ത സമയത്ത് വാഹനത്തിന്റെ പ്ലാറ്റ്ഫോമിലായതുകൊണ്ട് പാദം വേഗത കുറഞ്ഞു, അല്ലെങ്കിൽ ബോഡിയുടെ ലോവർ ഹാഫിന്റെ വേഗത ബസ്സിനോടൊപ്പം കുറഞ്ഞു. പക്ഷെ അപ്പർ ഹാഫിന്റെ വേഗത അപ്പോഴും കുറയുന്നില്ല. അതിന്റെ ഫലമായിട്ടാണ് നമ്മൾ മുന്നോട്ട് ആഞ്ഞു പോകുന്നത്. അതാണ് ഇനേർഷ്യ ഓഫ് മോഷൻ. അടുത്തത് ഇനേർഷ്യ ഓഫ്, ഓക്കെ, ദിസ് ഈസ് ബിക്കോസ് ദ ലോവർ പാർട്ട് ഓഫ് ഹിസ് ബോഡി കംസ് ടു റെസ്റ്റ് വിത്ത് ദ ബസ് ഓർ ട്രെയിൻ, but the upper part tends to continue its motion due to inertia of motion. അടുത്താണ് inertia of direction. It is the inability of a body to change by itself direction of motion. അപ്പോൾ ഒരു വസ്തുവിന് സ്വയം അതിൻ്റെ മോഷന്റെ ഡയറക്ഷൻ മാറ്റാൻ കഴിയില്ല എന്ന് പറയുന്നതാണ് എന്ത്, ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ. അപ്പോൾ മോഷന്റെ ഡയറക്ഷൻ മാറ്റാൻ എന്ത് വേണം, ഒരു ബാഹ്യബലം ആവശ്യമാണ്. എക്സാമ്പിൾ, when a stone tied to one end of a string is whirled and the string breaks suddenly, the stone flies off along the tangent to the circle. അപ്പോൾ ഒരു കല്ല് നമ്മൾ ഒരു കയറിൽ കെട്ടി ചുഴറ്റുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്, ആ കല്ല് വട്ടത്തിൽ എങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും അല്ലെ, ആ സ്ട്രിങ് ഉള്ളത് കൊണ്ട് ആ കയറിന്റെ മുകളിൽ കെട്ടുകൊണ്ട് ഈ കല്ല് വട്ടത്തിൽ ചലിച്ചുകൊണ്ടിരിക്കും. പക്ഷെ പെട്ടെന്നൊരു നിമിഷം എന്ത് ചെയ്യാണ്, ഈ കയറി പൊട്ടിപ്പോവാണ്. അപ്പോഴെന്താ ചെയ്യുന്നത്, അത് വരച്ച് കാണിക്കാം. ഇതാണ് ആ സർക്കുലർ പാത്ത്, ഇതാണ് ആ കയറ്, ഇത് സ്റ്റോണാണ്, ഇപ്പോൾ കുറച്ച് സ്റ്റോണാണ്. അപ്പോൾ നമ്മളിതിനെ ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് പാതിൽ ചുഴറ്റുകയാണ്. ഈ രീതിയിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് നമ്മൾ ചുഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചുഴറ്റുന്ന സമയത്ത് പെട്ടെന്ന് കയറ് പൊട്ടി.
അപ്പോഴെന്താ സംഭവിക്കുക? ഇപ്പം ഈ കല്ല് തെറിച്ചു പോകും. എങ്ങനെ തെറിച്ചു പോവുക? ഇപ്പം ഈ കല്ല് എന്ത് ചെയ്യില്ല, ഇപ്പം ഈ കല്ല് ഈ വട്ടത്തിലൂടെയുള്ള പാതയിലൂടെ സഞ്ചരിക്കില്ല, പകരം എന്ത് ചെയ്യും, പുറത്തേക്ക് തെറിച്ചു പോകും. എങ്ങനെ തെറിച്ചു പോകുന്നത്? ടാൻജൻറ്റ്, ഈ രീതിയിലുള്ള ടാൻജൻറ്റ് ഡയറക്ഷനിലാണ് തെറിച്ചു പോകുന്നത്. ഓക്കെ, നേരത്തെ എന്തുകൊണ്ട് തെറിച്ചു പോകാതിരുന്നത്? കാരണം നേരത്തെ ഈ കയറിൻ്റെ ഈ സ്ട്രിങ്ങിൻ്റെ പുള്ളിങ് ഉണ്ടായിരുന്നു അല്ലേ, അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ഈ കല്ലിനെ പിടിച്ച് പുള്ള് ചെയ്യുകയായിരുന്നത് കൊണ്ടാണ് അത് ആ ഒരു നിശ്ചയ ഡയറക്ഷനിൽ പോയിക്കൊണ്ടേയിരുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ബിക്കോസ് ദ പുൾ ഇൻ ദ സ്ട്രിങ് വാസ് ഫോഴ്സിങ് ദ സ്റ്റോൺ ടു മൂവ് ഇൻ എ സർക്കിൾ. ആസ് സൂൺ ആസ് ദ സ്ട്രിങ് ബ്രേക്സ് ദ പുൾ വാനിഷസ്, റൈറ്റ്? അപ്പോൾ ആ പുൾ ഇല്ലാതായതോടുകൂടി എന്ത് സംഭവിക്കുകയാണ്? ഈ സ്റ്റോണ് ഈ ടാൻജന്റ് ഡയറക്ഷൻ അങ്ങോട്ട് മുന്നോട്ട് മൂവ് ചെയ്യും. അപ്പോൾ ഇത്രയാണ് ഫസ്റ്റ് ലോ ഓഫ് മോഷനെ കുറിച്ച് പറയാനുള്ളത്. വിൽ കണ്ടിന്യൂ വിത്ത് ദി സെക്കൻഡ് ലോ ഓഫ് മോഷൻ ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു ഫോർ വാച്ചിങ്.